Good morning. Morning, Miss. Good morning, ma'am. Good morning. How are you? Good morning, Miss. Good I morning. am fine, thank you. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Yes. അതെയോ? എല്ലാവരും GK ഒക്കെ റെഡി ആയോ? GK ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ചോ? ടേക്ക് യുവർ GK Yes. ടെക്സ്റ്റ് ബുക്ക്. മക്കളെല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. മക്കളെല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. ഇല്ല മിസ് പറയാം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കുക. യൂണിഫോം ഉള്ളവർ യൂണിഫോം ഉണ്ടാവണേ, ധരിച്ചിരിക്കണേ യൂണിഫോം. യൂണിഫോം ഡ്രസ് ധരിക്കുക ഉള്ളവര്. നിവേദ്യയെ കാണുന്നില്ലല്ലോ. നിവേദ്യ ചെയർ മാത്രല്ലേ കാണുന്നുള്ളൂ. നിവേദ്യ ബുക്ക് എടുക്കുന്നു മിസ്സേ. ഓക്കെ. എല്ലാവരും റെഡി ആയോ? GK ബുക്ക് തന്നെ എടുത്തോ കേട്ടോ. Okay. ഐഫൂനെ കാണുന്നില്ല. മാത്സ് ആണെന്ന് വെച്ചിട്ട് പുസ്തകം എടുക്കാൻ പോയി. ഓ അതെയോ? ഓക്കെ. അയാൻ, നീലാഞ്ചന, റയാൻ, ഷഹബറ വീഡിയോ ഓൺ ചെയ്തേ. പിന്നെ മിസ് ഫോട്ടോ എടുത്തിട്ട് അയച്ചിട്ട് പിന്നെ എന്റെ ഫോട്ടോ ഇല്ലല്ലോ എന്ന് പറയണ്ട കേട്ടോ. മിസ് ഇപ്പൊ എല്ലാവരുടെ ഫോട്ടോ എടുത്ത് അയക്കാൻ പോവാ. പേപ്പറിൽ കൊടുക്കാൻ വേണ്ടിട്ട് മിസ് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കും കേട്ടോ. ആർ യു റെഡി? Yes or no? Are you ready എന്ന് ചോദിച്ചാൽ എന്താ yes or no പറയാത്തെ? Yes. അങ്ങനെ വരട്ടെ, സൗണ്ട് വരട്ടെ. Take your GK textbook. ആർക്കാ പ്രേയർ ചൊല്ലാൻ അറിയാ? ആരാ പ്രേയർ പാടാ? ഒന്ന് ആരെങ്കിലും ഒരാള് പ്രേയർ പാടാമോ? ഇഷ്ടമുള്ള ഒരു പ്രേയർ ചെറക്കറിയോ? Yes. നോ. ആരെങ്കിലും ഒരാള് ജിയ പാടാമോ? ജിയ അമൃത പാടുവോ? ഓക്കെ, അമൃത വീഡിയോ കാണിച്ചിട്ട് ഒരു പ്രേയർ ചൊല്ലി നോക്കുമ്പോ. ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ടിങ് അല്ലേ. എല്ലാരും കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അമൃത ഓ മിസ് ഞാൻ വിശാലോ അത് പാടാ. ആരാത്? പേര് പറ. അമൃതയാണോ? പാടിക്കോ. ഓക്കെ, റെഡി. എല്ലാവരും കൈകൂപ്പി നിന്നോട്ടോ. മിസ് കേൾക്കുന്നില്ല. അമൃത പാടിക്കുമോളെ. Someday, oh Modi, in my heart, I do believe shall overcome someday. We shall overcome. We shall overcome. We shall overcome someday. Oh, Modi, in my heart, I do believe we shall overcome someday. We walk hand in hand.
അമൃത കട്ടായി പോയിരുന്നല്ലേ? അമൃതക്ക് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടോ? ഓക്കെ മോളെ അമൃത, ബാക്കി ചൊല്ലിക്കോളൂ. We shall overcome. We shall overcome. We shall overcome someday. In my heart, I do believe we shall overcome someday. We walk hand in hand. We walk hand in hand. We walk hand in hand someday. Oh, more deep in my heart, we shall come someday. ഓക്കെ, താങ്ക് യു അമൃത. താങ്ക് യു, താങ്ക് യു. ഇപ്പൊ പ്രേയർ ചൊല്ലുമ്പോ എല്ലാവരും പ്രേയറിന് ഇപ്പോഴൊന്നും പറഞ്ഞില്ല. സെറക്ക് മാത്രമേ കംപ്ലൈന്റ് ഉള്ളൂ, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ബാക്കി ഓ എന്റെ ക്യാമറ ഓൺ ആക്കാൻ പറ്റൂല. നല്ല കാര്യം. Ma'am, today is my birthday. Many many happy returns of the day, Shayan. Thank you, ma'am. Today എന്താണ് സ്പെഷ്യല്? കേക്ക് കട്ടിങ് കഴിഞ്ഞോ? No. എപ്പോഴാ? ക്ലാസ് കഴിഞ്ഞിട്ടാണോ? ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എല്ലാവരെയും കൂട്ടി വന്നേക്കാട്ടോ. Okay, ma'am. ഓക്കെ അമൃത, താങ്ക് യു ഡിയർ. നല്ല പ്രേയർ ആയിരുന്നു കേട്ടോ. നെറ്റിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ, സാരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പ്രേയർ ചൊല്ലുമ്പോൾ മക്കളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്താ നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. പ്രേയർ ചൊല്ലുമ്പോ എന്താ ചെയ്യുന്നത്? കൈകൂപ്പി കണ്ണടച്ച് നിൽക്കല്ലേ ചെയ്യുന്നേ. നമ്മൾ നിന്നിട്ടില്ലെങ്കിലും പ്രേയർ ചൊല്ലുമ്പോ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണ്ടേ നമ്മള്? നമുക്ക് നല്ലൊരു ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം മിസ് ആശംസിക്കുന്നു. മക്കൾക്ക് ഇന്ന് നല്ല ദിവസമായി തീരട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും GK ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. മിസ്സിനോട് ഒരാൾ പറഞ്ഞ് ഏതാണ് നെക്സ്റ്റ് ലെസൺ എന്നുള്ളത്. കാരണം മിസ്സിന്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ഓർഡർ ആയിട്ടല്ല മിസ്സിനുള്ളത്. മിസ്സിന്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കില് നെക്സ്റ്റ് ലെസൺ ഏതാണ്? Let the game begin. Let the game begin ആണോ ഇനി എടുക്കേണ്ടത്? ഇനി എടുക്കേണ്ടത് അതാണോ? അല്ല, അത് പഠിപ്പിച്ചു. റിവിഷൻ വർക്ക്ഷീറ്റ് തോന്നുന്നു. അതെയോ? എടുത്തതാണോ? എടുത്തു. റിവിഷൻ വർക്ക്ഷീറ്റ് മാത്രമേ ഉള്ളൂ. ഓ അതെയോ, റിവിഷൻ വർക്ക്ഷീറ്റ് മാത്രമേ ഉള്ളൂ? അത് കഴിഞ്ഞാ തീർന്നു. അതെയോ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഓരോ ചാപ്റ്ററിന്റെ പേരൊന്ന് മിസ്സിന് പറഞ്ഞേ. We love flowers. പിന്നെ ഒരാൾ പറഞ്ഞാൽ മതി. ഐഫിനെ പറഞ്ഞോ. പിന്നെ പോട്രി മാജിക്, സയൻസ് മാജിക്, മൈ ഇന്ത്യ, വേർ ഡു വി പ്ലേ, ഐ തിങ്ക് ഹാർഡ്, നോ യു ദിസ് സയൻസ്, മൈ വാല്യൂസ്, എ നേച്ചർ ക്യൂസ്, that's the word. Let the game begin. Revision worksheet. Okay. അതിൽ ഫുള്ള് ഇനി അതിൽ ഏതൊന്നും ചാപ്റ്റർ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ മക്കളെ? അതില് എല്ലാ ചാപ്റ്ററും പറഞ്ഞു തന്നല്ലേ പറഞ്ഞത്? ഇനി വർക്ക്ഷീറ്റ് അല്ലേ ഉള്ളൂ? റിവിഷൻ വർക്ക്ഷീറ്റ് അല്ലേ ഉള്ളൂ? യെസ്. ഓക്കെ, ആ റിവിഷൻ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുമോ? പഠിച്ചിട്ട് ചെയ്യണം കേട്ടോ.
ഡാനിയലേ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഡാനിയൽ എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ലേ അല്ലേ? ഒന്നും മിണ്ടാത്തോണ്ട് മിസ് വിചാരിച്ചു മിസ്സിനോട് പിണങ്ങിയിട്ടാണോന്ന്. അതിലേ ലാസ്റ്റ് ചാപ്റ്റർ തൊട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ ചാപ്റ്റർ ഒന്നും നിങ്ങളത് വായിച്ചു തന്നെ മിസ്സിനെ. ആരെങ്കിലും ഒരാള് മിസ്സിന്റെ നമ്പറിലേക്ക് ഒന്ന് അയച്ചുതരാമോ? നിങ്ങളെ കയ്യിലുള്ള ചാപ്റ്റർ, ലാസ്റ്റ് വായിച്ച ചാപ്റ്റർ. അല്ലല്ല, അതിന് തൊട്ട് മുന്നിലുള്ള ലെസൺ. Let's the game begin. അതിന്റെ ഒരു ഫോട്ടോ ഒന്ന് മിസ്സിന് ഇപ്പൊ ഒന്ന് സെൻഡ് ചെയ്യാമോ? ആരാ ചെയ്തിരുന്നേ? യെസ്, റിച്ചാർഡ് ചെയ്യാം. ഓക്കെ, റിച്ചാർഡ് ഒന്ന്. എല്ലാവരും അയക്കണ്ട, റിച്ചാർഡ് ഒന്ന് മിസ്സിന് വേഗം ഒന്ന് പെട്ടെന്ന് അയച്ചെന്ന മോനെ. ബാക്കിയുള്ളവർ ആ ലെസൺ ഒന്ന് എടുത്ത് റെഡിയാവ്. നൈല അയച്ചൊന്നു അല്ലേ? നൈല എനക്ക് അയച്ചു തന്നു. അതെന്ത് പറ്റി സെറക്ക് കേൾക്കാത്തെ? റിച്ചാർഡ് ഓക്കെ, രണ്ടുപേരും അയച്ചു. മതി മതി. സെറക്ക് ഒന്നും കേൾക്കുന്നില്ല മോളെ. എന്ത് പറ്റി സെറ? ഒന്നും കേൾക്കുന്നില്ലേ മോളെ സെറ? Can you hear me? സെറ മരിയ, അയ്യോ സെറക്കൊന്നും കേൾക്കുന്നില്ല എന്ന് തോന്നല്ലോ. എന്തു പറ്റിയതാ സെറ? ഇല്ല. ഓക്കെ സെറ മോളെ, സെറ ഒരു മിനിറ്റ് മക്കളെ. സെറാന്റെ നമ്പർ എന്റെ കയ്യിലില്ല. Can you hear me? സെറ മരിയ? തീർത്തും കേൾക്കുന്നില്ലേ മോളെ? എന്തു പറ്റി? ചെറിയതായിട്ട്. അത് അവിടുത്തെ പ്രശ്നമാണല്ലോ മോളെ, ബാക്കിയുള്ളവർക്ക് എല്ലാം കേൾക്കുന്നുണ്ട്. ക്ലിയർ ആക്കാമോ ഒന്ന്? ഇപ്പൊ ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ? ഇല്ല. അയ്യോടാ. സൗണ്ട് ഫുള്ളാ. എന്നിട്ട് എന്ത് പറ്റി? ഓക്കെ, മോളൊരു കാര്യം ചെയ്തോ, ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി യൂട്യൂബ് ക്ലാസ് കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നോക്കിക്കോ. ലെറ്റ് ദ ഗെയിംസ് ബിഗിൻ. ആ ലെസൺ എടുത്ത് എല്ലാവരും ലെറ്റ് ദ ഗെയിംസ് ബിഗിൻ. Read the clues, fill in the missing letters to get the names of a few sports. അല്ലേ? നമ്മൾ ആ ബോക്സിൽ ചേർത്തിട്ടുണ്ടല്ലേ അതൊക്കെ. Players use a racket and a shuttlecock to play this game. Players റാക്കറ്റും ഷട്ടിൽകോക്കും ഉപയോഗിക്കുന്ന ഗെയിമിന്റെ പേരെന്തായിരുന്നു? ബാഡ്മിന്റൺ. ബാഡ്മിന്റൺ ആണ് കേട്ടോ. അതിന്റെ പേരെന്താണ്? ബാഡ്മിന്റൺ. ബി ആണ് ഫസ്റ്റ്. ബാഡ്മിന്റൺ. എന്താണ്? ബാഡ്മിന്റൺ. ആരാണ് ഇടയ്ക്ക് സംസാരിക്കുന്നത്? ബാഡ്മിന്റൺ. BADMINTON. ഒന്നുകൂടി പറയാമോ മിസ്സിന്റെ കൂടെ? BADMINTON.
ബാഡ്മിന്റൺ. സാവിയോന്റെ കയ്യിൽ എന്താണ്? ക്യൂബ് ആണോ? സാവിയോ അത് അങ്ങോട്ട് മാറ്റി വെക്ക്. ഓക്കെ. നെക്സ്റ്റ് 2020 is a popular form of this game. Cricket. 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 Next. Players use. Biona video on cheylo Biona. Players use bows and arrows to shoot a target. Archery. 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 ഡാനിയൽ ആണോ സംസാരിക്കുന്നേ? അതായത് നെക്സ്റ്റ് ഏതാണ്? ഫോർത്ത്. ദിസ് ഈസ് എ ബോർഡ് ഗെയിം വിത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്വയേഴ്സ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്ക്വയറിലുള്ള ബോർഡ് ഉള്ളത് നമ്മൾ കളിക്കാറുണ്ടല്ലേ? ചെസ്. CHESS. ചെസ്. Next, players use a racket and a ball to play this game. Players use a racket, ball ഉപയോഗിച്ച് ചെയ്യുന്ന game. Tennis. 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 Sixth. Players ride on horses to play this game. അതായത് കളിക്കാര് കുതിരപ്പുറത്ത് ഇരുന്നുകൊണ്ട് അതിന്റെ പേരെന്താണ്? പോളോ. POLO. പോളോ. POLO. പോളോ. ഇത്രയും ഗെയിമുകളാണ് നമ്മൾ ആ ലെസണിൽ പരിചയപ്പെട്ടത്. മക്കളെല്ലാവരും എന്ത് ചെയ്യണം? ഇപ്പോഴ് ഒരു GK നോട്ട്ബുക്ക് റഫ് ബുക്ക് ഉണ്ടെങ്കിൽ റഫ് ബുക്ക് എടുക്കുക. റഫ് ബുക്കിൽ മിസ് പറയുന്ന ഈ 6 സ്പെല്ലിംഗ് എഴുതി വെക്കുക. എല്ലാവരും ഓരോന്നും ക്ലാസ് കഴിഞ്ഞിട്ട് ഫ്രീ ഉള്ള ടൈമില് 10 പ്രാവശ്യം വീതം എഴുതി പഠിക്കുക. ഓരോ വേർഡും 10 പ്രാവശ്യം വീതം റഫ് ബുക്കിൽ എഴുതി പഠിക്കുക. ആ റഫ് ബുക്കിൽ എഴുതി പഠിച്ചത് മിസ്സിന് കാണിച്ചു തരേണ്ടി വരും. മിസ് നോക്കും എവിടെയാ നിങ്ങൾ എഴുതി പഠിച്ചതെന്ന് ചോദിക്കും. അപ്പൊ എഴുതി പഠിച്ചത് എന്നെ കാണിക്കണം. ഒന്ന് 10 പ്രാവശ്യം വീതം എഴുതുക. നെക്സ്റ്റ് ക്ലാസ്സില് ഈ 6 ഗെയിമിന്റെയും പേര് മിസ് എന്ത് ചെയ്യും? ഡിറ്റേഷൻ ഇട്ടിരിക്കും നിങ്ങൾക്ക്. മനസ്സിലായോ? അപ്പൊ മക്കൾ ഒരു റഫ് ബുക്ക് എടുത്തോ. റഫ് ബുക്ക് എടുത്തേ. റഫ് ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ എടുക്ക്. ഓക്കെ. അതില് ഫസ്റ്റ് നമ്പർ ഇട്ടേ. ബാഡ്മിന്റൺ എഴുതി വെച്ചേ. ബാഡ്മിന്റൺ. മിസ് സ്പെല്ലിംഗ് പറയും, എല്ലാവരും എഴുതിക്കോ. ബിയോണ എന്താ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത്? ഓൺ ചെയ്തേ. എനിക്ക് പനിയായോണ്ട്. ഓ അതെയോ? എപ്പോഴും മുതലേ മോക്ക് പനി വന്നേ? ഒന്ന് കാണട്ടെ മിസ്. ഒന്ന് വീഡിയോ ഓൺ ആക്കി ഒന്ന് മിസ് ഒന്ന് കാണട്ടെ. ഒന്ന് നോക്കട്ടെ മിസ്. ഒന്ന് നോക്കട്ടെടാ. തന്നെ പനി ഉണ്ടോ? ഒരു കള്ളലക്ഷണം പോലെ ഉണ്ടല്ലോ. ഒക്കെ അടക്കാണോ? എഴുന്നിട്ടില്ല അല്ലേ? നല്ല പോലെ ഉണ്ടോ പനി? ഉണ്ട്. ഉറപ്പില്ല ഉണ്ടോ ഇല്ലോ എന്നല്ലേ? ഓക്കെ. വീഡിയോ ഓഫ് ചെയ്തെന്നാല്. പനിയാണെങ്കിൽ മിസ് കാണാൻ വരാട്ടോ. ഓക്കെ. പേപ്പർ എടുത്തല്ലോ. ഫസ്റ്റ് നമ്പർ ഇട്ടോളൂ. ഫസ്റ്റ് നമ്പർ ബാഡ്മിന്റൺ. സ്പെല്ലിംഗ് മിസ് പറയും, എഴുതിക്കോ. സാർ എഴുതും മോളെ. BADMINTON.
A. അയാൻ വിജേഷ് എഴുത്. ബി. നീ തന്നെ എഴുതണം, ആരും ഹെൽപ്പ് വേണ്ട. ബി. ഒന്നും എടുത്തു വെച്ചിട്ടില്ല, പേനയോ പെൻസിലോ. ആരാധ്യാണോ ഹെൽപ്പ് ചെയ്യാൻ വന്നേ? ആരാധ്യ ചേച്ചിയാണോടാ ഹെൽപ്പ് ചെയ്യാൻ വന്നേ? അശ്വിനി എവിടെയായിരുന്നു ഇത്രയും ദിവസം? ടൂറൊക്കെ കഴിഞ്ഞോ അശ്വിനി? ഓക്കെ, നമ്പർ 1 എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്യണേ, പ്രസന്റ് ടൈപ്പ് ചെയ്യാൻ മറക്കരുതേ. നമ്പർ 1 ബാഡ്മിന്റൺ, BAD. BAD. മിസ് ആദ്യമുതലേ പറഞ്ഞേ? ആദ്യം മുതലാണ് പറഞ്ഞത്. അഫ്രാസ് ഇപ്പൊ വന്നു അല്ലേ? അതൊന്ന് എഴുതി പഠിക്കാൻ വേണ്ടിട്ട്, സ്പെല്ലിംഗ് പഠിക്കാൻ വേണ്ടിട്ട് എഴുതാനാ പറഞ്ഞത്. BAD MINTON. എഴുതിയോ? മിസ് ഒന്നും കൂടി BAD. ജുമാനെ ഉണ്ടോ ക്ലാസ്സിൽ? BAD MI NTON. BAD MINTON. മിസ് ഒരു പ്രാവശ്യം എഴുതേണ്ടത്? ഇപ്പൊ ഒരു പ്രാവശ്യം മാത്രം എഴുതി വെക്ക്. പിന്നീട് ക്ലാസ് കഴിഞ്ഞിട്ട് ഫ്രീ കിട്ടുന്ന ടൈമിൽ ഓരോന്നും ഒരു 10 പ്രാവശ്യം വീതം എഴുതി വെക്കുക. മിസ് നോക്കാൻ വരും വീട്ടില്, എഴുതി പഠിച്ചത് എവിടെയാന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് കാണിച്ചു തരേണ്ടി വരും. അപ്പൊ ഞാൻ അങ്ങനെയല്ല പഠിച്ചത്, ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒന്നും പറയണ്ട. ഒരു റഫ് പേപ്പർ ഉണ്ടാവണം പഠിക്കുന്നത്. അതുപോലെ മിസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് മേസെല്ലാം തരും റഫ് പേപ്പറിൽ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെല്ലാം മിസ്സിന് പിന്നെ കാണിച്ചു തരേണ്ടി വരും കേട്ടോ. BADMINTON ബാഡ്മിന്റൺ. എന്താണ് ബാഡ്മിന്റൺ? BADMINTON ബാഡ്മിന്റൺ. സെക്കൻഡ് വേർഡ് ക്രിക്കറ്റ്. CRI. എഴുതുന്നുണ്ടോ? നാസ മ്യൂട്ട് ചെയ്തേ, നാസ മ്യൂട്ട് ചെയ്ത് വെച്ചേ. CRI CK. മിസ് ഒന്നും കൂടെ പറയോ? ഒന്നുകൂടി. എത്ര പ്രാവശ്യം? മിസ് CRI അല്ല, CK. മിസ് പറയട്ടെ, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്ക്. CRI. അതിനകത്ത് എഴുതിയോ? CRI. CRI. എഴുതിയോ? CK
ക്രിക്കറ്റ് എഴുതിയ മോനെ ആദിനാഥേ? എഴുതിയോ? അപ്പൊ ബാഡ്മിന്റൺ ക്രിക്കറ്റ് സ്പെല്ലിംഗ് കിട്ടിയോ? തേർഡ് പറയട്ടെ മിസ്. തേർഡ് മിസ് പറയാം. തേർഡ് ആർച്ചറി. ARCHERY. ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടി പറയാം. ARCHERY. ഒന്നുകൂടി പറയും മിസ്. കുറെ തവണ പറയും. നിങ്ങളെ മ്യൂട്ട് ചെയ്ത് വെക്കും മക്കളെ. മക്കളെ എഴുന്നതിനിടയിൽ പേരൻസിനോട് സംസാരിക്കല്ല. അതാരാ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും സംസാരിക്കുന്ന? ഏഞ്ചൽ ബെന്നിയോ? ഏഞ്ചൽ ബെന്നി മ്യൂട്ട് ചെയ്ത മോളെ. ARCHERY. ആർച്ചറി. നമ്പർ 4 പറയട്ടെ? എഴുതുമോ? ഓക്കെ ആണോ? ഓക്കെ. ചെസ്. CHESS. CHESS. ചെസ്. CHESS. ചെസ്. ചെസ്. CHESS. ചെസ്. എഴുതിയോ? ആദ്യം അത് എഴുതില്ലേ മോനെ? എഴുതി. ആദിനാഥോ? ഞാൻ എഴുതി. ഓക്കെ. നെക്സ്റ്റ് വേർഡ് 5th. ടെന്നീസ്. TENNIS. മിസ് ഒന്നും കൂടെയും പറഞ്ഞേ. എത്ര പ്രാവശ്യം മിസ് പറഞ്ഞുതരും.
ഇപ്പൊ ഇത് 10 പ്രാവശ്യം എഴുതണ്ടേ? ഇപ്പോഴല്ല മോനെ, ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രീ ടൈമിൽ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും ഒരു 10 പ്രാവശ്യം എല്ലാം എഴുതിയിട്ട് പഠിച്ചിട്ട് വരിക. TENNIS. അനിരുദ്ധേ എഴുന്നില്ല. അനിരുദ്ധ ഒന്നും മിണ്ടില്ല ക്ലാസ് അല്ലേ, പാവം കുട്ടിയായിട്ട് അടിയിരിക്കും. മിസ് ചോദിച്ചാലേ നിങ്ങൾ മിണ്ടല്ലോ. ദേവാങ്ക എഴുതിയോ? ഓക്കെ. TENNIS ടെന്നീസ്. ലാസ്റ്റ് വേർഡ് പറയട്ടെ. ലാസ്റ്റ് വേർഡ് നിവേദ്യ റെഡിയാണോ? ലാസ്റ്റ് പറയട്ടെ. റയാൻ റെഡിയല്ലേ? ലാസ്റ്റ് വേർഡ് പോളോ. POLO. ജുമാനി ഉണ്ടോ ക്ലാസ്സില്? ഇല്ലല്ലോ. ഓക്കെ. POLO. സ്പെല്ലിംഗ് ഒന്ന് പറയോ? ഏതിന്റെയാണ്? ഏതിന്റെ മോനെ? ചെസ്. CHESS ചെസ്. അത് കഴിഞ്ഞിട്ട് ടെന്നീസ്. TENNIS. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. മിസ് ഇനി പ്രസന്റ് ഇടാൻ നോക്കുമ്പോഴേ കുറെ പേരുണ്ടാവും ക്ലാസ്സിൽ, പക്ഷെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. മറന്നു പോകല്ലേ. ഒരു തവണ എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്യണം. നെക്സ്റ്റ് പറയട്ടെ. പോളോ. ലാസ്റ്റ് വേർഡ് പോളോ. POLO. POLO. ഓക്കെ ആണോ? അദീന ഉണ്ടോ ക്ലാസ്സിൽ? അദീന സുനിൽകുമാർ. അദീന ക്ലാസ്സിലുണ്ടോ? ഓക്കെ. എഴുതില്ലേ മോളെ? എഴുതി. അനുഗ്രഹ ബ്രിജിത്ത് ഉണ്ടോ ക്ലാസ്സില്? അനുഗ്രഹ ബ്രിജിത്ത് ഉണ്ടോ? നോ. ഏഞ്ചൽ ബെന്നി, ബിയോണ, മുഹമ്മദ് മുംതാസിം, സെറ മരിയ, ജോവിൻ ജോയൽ, നിവേദ്യ വിനോദ്, റയാൻ PP, സാവിയോ ജോയ് അല്ലേ? പിന്നെ ഫാത്തിമ തൈഫൂന, റയാൻ PP, റിച്ചാർഡ്, നെയ്ല, ഷഹബറ, നീലാഞ്ജന, ഷയാൻ, ആയുഷ്, അഫ്രാസ്, നാസ, നിയാദാസ്, ആരവ് P വിനോദ്, ആദിനാഥ്, സൽമാൻ നാസർ, അനിരുദ്ധ്, ദേവാങ്ക്, അദീന സുനിൽകുമാർ. അശ്വിനി ഇല്ലേ ക്ലാസ്സില്? അശ്വിനി പ്രസന്റ് ആണോ? അൻവിത. അൻവിത ഉണ്ടല്ലേ. അലൻ ജോസഫ്. ഓക്കെ. എന്റെ മിസ് ആരെങ്കിലും പേര് വിളിക്കാത്തുണ്ടോ ക്ലാസ്സില്? ആദിത്യ നൂപ് ഉണ്ടല്ലേ. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ജിയാ റോസ്. ഓക്കെ. പിന്നെ ആരെയാണ്?
മിസ് വിളിക്കാത്തത്? ഡാനിയലിനെ വിളിച്ചു. ഡാനിയലിനെ വിളിച്ചു. മക്കളെല്ലാവരും ഒരു തവണ ടൈപ്പ് ചെയ്യണം. ദേവർഷനെ വിളിച്ചില്ലേ മിസ്? വിളിച്ചിട്ടില്ല. അമൃതനെ വിളിച്ചില്ല അല്ലേ? ഓക്കെ, അമൃതന്റെ പേര് മിസ് എഴുതിയിട്ടുണ്ട്. പ്രേയർ ചൊല്ലുകൊണ്ട് മിസ്സിന് ഓർമ്മയുണ്ട്. ദേവർഷനെ വിളിച്ചില്ലേ മിസ്? ദേവർഷ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് കട്ടാവറായി. മക്കളെല്ലാവരും ഈ 6 ഗെയിമിന്റെ പേരും 10 പ്രാവശ്യം വീതം ബുക്കിൽ എഴുതി പഠിക്കുക. നെക്സ്റ്റ് GK ക്ലാസ്സിൽ മിസ് എന്ത് ചെയ്യും? ഡിറ്റേഷൻ തരും. മിസ് ഡിറ്റേഷൻ തരുന്ന ഒന്നുകിൽ ചോദിക്കലായിരിക്കും ക്ലാസ് കേട്ടോ. ഓരോരുത്തരോടും ചോദിക്കലായിരിക്കും ക്ലാസ്. അപ്പൊ എല്ലാവരും എന്താണ് ഷഹബറ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? പഠിച്ച് റെഡി ആയിട്ട് വരണം. നല്ല മക്കളല്ലേ? പഠിച്ച് റെഡി ആയി വരില്ലേ? റെഡി ആയിട്ട് നല്ല മക്കളായിട്ട് വാട്ടോ. അപ്പൊ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എത്ര പേരുണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ക്ലാസ്സിൽ ഇരിക്കുന്നവര്? ഐഫൂന കഴിച്ചിട്ടില്ല. മിസ് ഇന്ന് മദ്രസ ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അൻവിത കഴിച്ചിട്ടില്ല, ഡാനിയൽ കഴിച്ചിട്ടില്ല അല്ലെ? അദീനിയും കഴിച്ചിട്ടില്ല. അപ്പൊ ഒരു മക്കള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടോ. അഫ്രാസും കഴിച്ചിട്ടില്ല അല്ലേ? അഫ്രാസ് ബട്ടൺസ് ഒന്നും ഇടാതെ ഷർട്ട് ഇങ്ങനെ യൂണിഫോം ഇങ്ങനെ അങ്ങ് എടുത്തിട്ടു. കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഓക്കെ, എന്റെ ബർത്ത്ഡേ അല്ലേ? അപ്പൊ ഇന്നെന്താണ്? റിച്ചാർഡിന്റെ വീട്ടിലെങ്കിൽ ബിരിയാണി കഴിക്കാൻ പോണ്ട് എല്ലാവർക്കും. എന്റെ ബർത്ത്ഡേ അല്ല, ഷെയാന്റെ ബർത്ത്ഡേ. ഷെയാന്റെ, ശരിയാ, മിസ്സിന് മാറിപ്പോയി. ഷെയാന്റെ വീട്ടിലേക്ക് നമുക്ക് പോണ്ടേ? നമ്മൾ മിസ് സ്കൂൾ ബസ് എടുത്തിട്ട് വരാട്ടോ. നമുക്ക് എല്ലാവരും ഷെയാന്റെ വീട്ടിൽ പോയിട്ട് ഓക്കെ മിസ്സിന് പേര് മാറിപ്പോയതാണ്. നമുക്ക് ഇപ്പൊ സ്കൂൾ ബസ്സും കൊണ്ട് സരിത മിസ് വരും. നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പൊ ഷെയാന്റെ വീട്ടിൽ പോയിട്ട്